അപ്പൊ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം, റിവിഷനിലേക്ക് പോകാം കേട്ടോ. അപ്പോ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലെ പരമാവധി ഏരിയ കവർ ചെയ്തു കൊണ്ടുപോകാം. എല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും. അതാവുമ്പോൾ നിങ്ങൾക്ക് പറയാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. കുറേയധികം ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പൊ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങളെ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആര് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആരാണ്? യെസ്, ആരാണ്? നിർമ്മല സീതാരാമൻ എന്നുള്ളതിൽ ഒരു സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ നിർമ്മല സീതാരാമൻ 7 കേന്ദ്ര ബജറ്റുകളാണ് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായ മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണവും ആരുടെയാണ്? നിർമ്മല സീതാരാമന്റെയാണ് അല്ലെ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണവും നിർമ്മല സീതാരാമന്റെയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. 2021-22 വർഷത്തെ ബജറ്റ് പ്രസംഗം 162 മിനിറ്റ് നീണ്ടു നിന്നിരുന്നു എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്, അപ്പൊ ആ പോയിന്റുകൾ ഓർത്ത് വെക്കണേ. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമനാണ്. 7 തവണ. അതിൽ ഏറ്റവും ദൈർഘ്യമേറിയതും നിർമ്മലയുടെ പേരിലാണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി 2024-25 റീസെന്റ് ആയിട്ട് നടന്ന 24-25 ബജറ്റ് അവതരണം കേവലം 85 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ എന്ന പോയിന്റും അവിടെ കൂട്ടിച്ചേർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, 85 മിനിറ്റ് മാത്രമേ ദീർഘിച്ചിരുന്നുള്ളൂ എന്ന പോയിന്റും ഓർത്ത് വെക്കാം, പഠിച്ച് വെക്കാം. ഓക്കെ, കിട്ടിയില്ലേ? യെസ്, ഓടിച്ചു പോകാണേ. LGS ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് റിവിഷൻ ക്ലാസ് ആണ്. ഇന്ന് എന്താ ആരും ഇല്ലേ ക്ലാസ്സില്? LGS LDC മാത്രമേ ഉള്ളോ? ആയിരിക്കും അല്ലെ. കാർഗിൽ യുദ്ധ വിജയത്തിന് പിന്നെ നമ്മളെ ടൈപ്പിസ്റ്റ് ബാച്ചുകാർ നിന്നു. കാർഗിൽ യുദ്ധ വിജയത്തിന് 2024 ജൂലൈ 26 എത്ര വർഷം തികഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം തികഞ്ഞു? കാർഗിൽ യുദ്ധ വിജയത്തിന് 2024 ജൂലൈ 26 എത്ര വർഷം തികഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 25 വർഷമാണ് തികഞ്ഞത്. അതുകൊണ്ട് ഈ ചോദ്യം ജൂലൈയിലെ പോയിന്റ് ആണ്, എങ്കിലും ഇത് ചോദിക്കാൻ സാധ്യത ചിലപ്പോ ഉണ്ട്. അതുകൊണ്ട് ഇത് കാരണം നമുക്കറിയാലോ 25 വർഷം തികയും ജൂലൈയിൽ എന്നറിയാലോ. അതുകൊണ്ട് തന്നെ PSC ചിലപ്പോൾ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. യെസ്, അപ്പൊ കാർഗിൽ യുദ്ധ വിജയത്തിന് 2024 ജൂലൈ 26 എത്ര വർഷം തികഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വർഷം തികഞ്ഞു എന്ന് പഠിച്ചു വെക്കാം. 1999 മെയ് മുതൽ 2.5 മാസം നീണ്ടുനിന്ന ഇന്തോ പാക് യുദ്ധത്തിൽ 527 ജവാന്മാരാണ് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തത് എന്ന പോയിന്റ് അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വെക്കാം. ഇനി 1999 ജൂലൈ 26 യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു എന്നും ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസായിട്ട് ആചരിക്കുന്നു എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്, അപ്പോ 25 വർഷം തികയുന്നുണ്ട്. കാർഗിൽ യുദ്ധവിജയത്തിന് 25 വർഷം തികയുന്നുണ്ട്. 2024 ജൂലൈ 26 25 വർഷം തികയുന്നത്. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായിട്ട് ആചരിക്കുന്നത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ലഡാക്കിലെ ദ്രാസിലാണ് കാർഗിലിൽ യുദ്ധ സ്മാരകം, കാർഗിലുമായി ബന്ധപ്പെട്ട് ജീവത്യാഗം ചെയ്തവരുടെ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലഡാക്കിലെ ദ്രാസിലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ദ്രാസ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ലഡാക്കിലെ ദ്രാസിലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി AB വാജ്പേയി ആയിരുന്നു ഇക്കാലത്തെ പ്രധാനമന്ത്രി. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ AB വാജ്പേയി ആയിരുന്നു എന്ന പോയിന്റ് ഓർത്തു വെക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ, പരീക്ഷയ്ക്ക് ഒന്ന് നോക്കി പോകേണ്ട, നമ്മളെ അത്ര കണ്ട് ഡിസ്കസ് ചെയ്യാത്ത പോയിന്റുകൾ എടുത്തു റിവിഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ഇന്ന് ഇത്തിരി സ്പീഡൊക്കെ ഉണ്ടാവും. അപ്പൊ നാളത്തെ പരീക്ഷക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്. യെസ്, ഇനി അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ
വായുവിനെയൊക്കെ, മുന്നിലുള്ള വായുവിനെ വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള ഇപ്പോൾ ന്യൂസുകളിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത്, സ്ക്രാംജെറ്റ് അല്ലെ? യെസ്, അത് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും കണ്ടപ്പെടുത്തു എന്ന് മാത്രം കേട്ടോ. സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് കേട്ടോ. 4ാമത്തെ രാജ്യമാണെന്ന് പഠിച്ചു വെക്കാം. USA, റഷ്യ, ജപ്പാൻ. അമേരിക്കയും റഷ്യയും നമ്മുടെ മനസ്സിലേക്ക് പിന്നെ കടന്നു വരുന്നത് ചൈന ആയിരിക്കും. പക്ഷെ ചൈനയല്ല, ജപ്പാനാണ് കേട്ടോ. റഷ്യക്ക് ശേഷം ജപ്പാനും കൂടിയുണ്ട്. അമേരിക്കയും റഷ്യയും ജപ്പാനുമാണ് 3 രാജ്യങ്ങൾ. അതിനുശേഷം 4ാമത്തെ രാജ്യമാണ് വായുവിനെ വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചത് ഇന്ത്യ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി രോഹിണി 560 സൗണ്ടിംഗ് റോക്കറ്റിന്റെ ഇരുവശങ്ങളിലായിട്ട് പ്രൊപ്പൽഷൻ ഘടിപ്പിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ ആയി രൂപമാറ്റം വരുത്തിയാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. അപ്പൊ ഏതായിരുന്നു ഇതിന് ഉപയോഗിച്ച റോക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിണി 560 ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. രോഹിണി 560 റോക്കറ്റ്, സൗണ്ടിംഗ് റോക്കറ്റിന്റെ ഇരുവശങ്ങളിലായിട്ട് പ്രൊപ്പൽഷൻ ഘടിപ്പിച്ച് അഡ്വാൻസ് ടെക്നോളജി വെഹിക്കിൾ ആയി രൂപമാറ്റം വരുത്തിയാണ് ഈ സാങ്കേതിക വിദ്യ വിക്ഷേപിച്ചത് എന്ന പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. സെറ്റ്. യെസ്. അപ്പോ സ്ക്രാംജെറ്റ് റോക്കറ്റ് വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത്തിലാണ് AVT റോക്കറ്റ് ഓക്സിജൻ വലിച്ചെടുത്ത് കുതിച്ചത്. ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത്തിലാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ, അതാണ് AVT കേട്ടോ. ATV, AVT അല്ലേ? AVT ചായപ്പൊടി അല്ലേ? യെസ്, ATV, അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ ATV റോക്കറ്റ് ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത്തിലാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചേക്കാം, ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത്തിൽ പിന്നെ വിക്ഷേപിച്ച പുതിയ റോക്കറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രാംജെറ്റ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഏത് സൗണ്ടിംഗ് റോക്കറ്റ് ആണ് സഹായിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിണി 560. എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ രാജ്യം. ആദ്യമായിട്ട് ഇത് വിക്ഷേപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക, 2ാമത് റഷ്യ, 3ാമത് ജപ്പാൻ എന്നും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ നിർമ്മല സീതാരാമൻ ഇപ്പോൾ എത്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർമ്മല സീതാരാമൻ എത്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പഠിച്ചു നോക്കാം അല്ലെ? ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണം ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മലയുടെ പേരിലാണ്. എത്ര മിനിറ്റ് ദൈർഘ്യമുള്ള ബജറ്റ് അവതരണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 162 മിനിറ്റ് ദൈർഘ്യമുള്ള ബജറ്റ് അവതരണമായിരുന്നു എന്ന് പഠിച്ചു വെക്കാം. കാർഗിൽ വിജയ ദിവസത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജൂലൈ 26-ന്? 25 വർഷം എന്ന പോയിന്റും ഓർത്തു വെക്കാം കേട്ടോ. യെസ്, 2016 ഓഗസ്റ്റിലാണ് സൂപ്പർസോണിക് കമ്പഷൻ റാംജെറ്റ്, സ്ക്രാംജെറ്റ് പ്രൊപ്പൽഷനും ISRO വികസിപ്പിച്ചത്. 2016-ലാണ് നിക്ഷേപിച്ചത്, നിർമ്മിച്ചത് കേട്ടോ. വികസിപ്പിച്ചത് 2016-ലാണ്, പക്ഷെ ഇപ്പോഴാണ് അത് വിക്ഷേപിക്കുന്നത് കേട്ടോ. യെസ്, ഈ സ്ക്രാംജെറ്റിന്റെ പൂർണ്ണരൂപമുണ്ട് സൂപ്പർസോണിക് കമ്പഷൻ റാംജെറ്റ് എന്നുള്ളതാണ് യെസ് അതിന്റെ പൂർണ്ണരൂപം കേട്ടോ. അതും കൂടി പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്, എഴുതിയെടുത്തു അല്ലെങ്കിൽ നോക്കി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? കമന്റ് ചെയ്തേ, പുതിയതായിട്ട് വന്നതാണ്. യെസ്, PSC. ഇത് കുറെ അധികം കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് PSC തന്നെ ഈ പരീക്ഷകളിൽ ഇനിയും ചിലപ്പോൾ അത് ഉപയോഗിച്ചേക്കാം അല്ലെ? യെസ്, ആശിഷ് ജിതേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും നമ്മുടെ എന്താ പറയാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന അപ്ഡേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. അപ്പൊ ഇതാരാണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം കേട്ടോ. യെസ്, ഏത് സംസ്ഥാനത്താണ് അഗ്നിവീറുകൾക്ക് വിവിധ സർക്കാർ ഉദ്യോഗങ്ങളിൽ 10% സംവരണം ആദ്യമായി പ്രഖ്യാപിച്ചത്? അറിയാമോ? ഏത് സംസ്ഥാനത്താണ് അഗ്നിവീറുകൾക്ക് വിവിധ സർക്കാർ ഉദ്യോഗങ്ങളിൽ 10% സംവരണം ആദ്യമായി പ്രഖ്യാപിച്ചത്? യെസ്, വെരി ഗുഡ്, ഹരിയാനയിലാണ് കേട്ടോ. ഹരിയാന. പോലീസ്, വനം, ജയിൽ തുടങ്ങിയ വകുപ്പുകളിൽ സംവരണം നൽകും. ഒപ്പം 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും നൽകും കേട്ടോ.
കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ഹരിയാനയിൽ ഈ പ്രഖ്യാപനം നടന്നത്. ഹരിയാനയ്ക്ക് പുറമെ UP, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സർക്കാരുകളും വിരമിച്ച അഗ്നിവീറുകൾക്ക് തൊഴിൽ സംവരണം പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ നിലവിൽ റീസെന്റ് ആയിട്ട് 10% പ്രഖ്യാപിച്ചത് ഹരിയാനയാണ്. ഒപ്പം UPയും മധ്യപ്രദേശും ഉത്തരാഖണ്ഡിലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്ന പോയിന്റ് കൂടി എന്ത് ചെയ്യാം, അവിടെ പഠിച്ച് വെക്കാം. ഹരിയാന കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്തത് ഏത് രാജ്യത്തെ മ്യൂസിയമാണ്? നമ്മളെ തൃശ്ശൂര് പരീക്ഷ എഴുതാൻ പോകുന്ന എത്ര പേരുണ്ട്? തൃശ്ശൂരും പാലക്കാടും അല്ലെ? തൃശ്ശൂരും പാലക്കാട് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാ? ഏത് രാജ്യത്തെ മ്യൂസിയമാണ് ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിപ്പിച്ച് സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്? യെസ്, ഏത് രാജ്യത്തെ മ്യൂസിയമാണ് ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിപ്പിച്ച് സ്വർണ്ണ നാണയം പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഫ്രാൻസിലാണ് എന്നോട് ചെയ്തു വെക്കാം. പത്തനംതിട്ടയാണ് അല്ലെ? പത്തനംതിട്ടയും തൃശ്ശൂരും ആണ്. പാലക്കാട് അടുത്ത ഫേസിലാണ്, സെപ്റ്റംബർ 7-നാണ് അല്ലെ? ഏത് രാജ്യത്തെ മ്യൂസിയമാണ് ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിപ്പിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന് പഠിച്ചു വെക്കാം. പാരീസിലെ ഗ്രവിൻ മ്യൂസിയമാണ് നാണയം പുറത്തിറക്കിയത്. ഗ്രവിൻ മ്യൂസിയമാണ് നാണയം പുറത്തിറക്കിയത്. ഓക്കെ, യെസ്. അപ്പൊ തൃശ്ശൂര്, പത്തനംതിട്ട, കാസർഗോഡ് എഴുതുന്ന ആളുകൾ ഫൈനൽ ടച്ചിൽ നോക്കി പോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി 7-ാം തീയതി പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഇനിയും ഒരു ഫൈനൽ ടച്ച് ഉണ്ടാവും. യെസ്, ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഏറ്റവും കരുത്തുറ്റതെന്ന് സ്ഥാനം നേടിയ രാജ്യം, അതായത് ഏറ്റവും കൂടുതൽ രാജ്യം കരുത്തുറ്റ പാസ്പോർട്ടായിട്ട് കരുതപ്പെടുന്ന പാസ്പോർട്ട് ഏതാണ് എന്ന് വിഷയം. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഏറ്റവും കരുത്തുറ്റതെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റ രാജ്യം ഏതാണ്? യെസ്, അത് സിംഗപ്പൂരാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, 195 രാജ്യങ്ങളിലേക്കാണ് പിന്നെ വിസരഹിത പ്രവേശന അനുമതി സിംഗപ്പൂർ പാസ്പോർട്ടിന് ഒന്നാമതെത്തിയത്. അതായത് 195 രാജ്യങ്ങളിലേക്ക് വിസ വേണ്ട, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വിസ വേണ്ട കേട്ടോ. അതാണ് ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ട്. 1-ാം സ്ഥാനം സിംഗപ്പൂരാണ് എന്ന് പഠിച്ചു വെക്കാം. ജപ്പാൻ ആയിരുന്നു കഴിഞ്ഞ വർഷം 1-ാം സ്ഥാനത്ത്. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ എന്നിവയാണ് 2-ാം സ്ഥാനത്ത്. അപ്പൊ ഇത്രയും പേര് 2-ാം സ്ഥാനത്തുണ്ടോ? യെസ്, ഇത്രയും പേര് 2-ാം സ്ഥാനത്തുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സ്ഥാനോ വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഹെൻലി പാസ്പോർട്ട് സൂചികയുമായി ബന്ധപ്പെട്ട പോയിന്റ് റീസെന്റ് ആയിട്ട് വന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. 195 രാജ്യങ്ങളിലേക്ക് വിസരഹിതമായി പോകാൻ സാധിക്കും 1-ാം സ്ഥാനത്തെങ്കിൽ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ എന്നിവ 2-ാം സ്ഥാനത്താണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് അതിന്റെ പോയിന്റുകളെ. 192 രാജ്യങ്ങളിലേക്കാണ് മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ പോവാൻ സാധിക്കുക കേട്ടോ. ഓക്കെ, 192 രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അവര് 2-ാം സ്ഥാനത്ത്. US പാസ്പോർട്ടിന് 8-ാം സ്ഥാനമാണുള്ളത്. അമേരിക്കൻ പാസ്പോർട്ടിന് എത്രാം സ്ഥാനമാണുള്ളത്? 8-ാം സ്ഥാനമാണുള്ളത്. 186 രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് വിസരഹിതമായി പ്രവേശിക്കാം. ഓക്കെ, സെനഗൽ, തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ 82-ാം സ്ഥാനത്താണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. അപ്പൊ 1-ാം സ്ഥാനം സിംഗപ്പൂർ, 2-ാം സ്ഥാനം നമ്മൾ കുറച്ച് രാജ്യങ്ങൾ പഠിച്ചു. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 82ആണ്. അമേരിക്ക 8-ാം സ്ഥാനത്താണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് 58 രാജ്യങ്ങളിലേക്കാണ് വിസരഹിതമായിട്ട് പ്രവേശനമുള്ളത്. ശ്രീലങ്കയിലേക്ക് ഇപ്പൊ 3 മാസത്തേക്ക് വിസരഹിതമായിട്ട് പോകാനുള്ള അവസരം കഴിഞ്ഞ ദിവസം എന്തോ ഒരു ന്യൂസ് കണ്ടു അല്ലെ? അപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് 58 രാജ്യങ്ങളിലേക്ക് വിസരഹിതമായിട്ട് സന്ദർശിക്കാനുള്ള അവസരമുണ്ട് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഇന്ത്യയുടെ സ്ഥാനം 82 എന്നും ഓർത്തു വെക്കാം. 1940 ശേഷം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനമായി കണക്കാക്കപ്പെടുന്നത് ഏത് ദിനമാണെന്ന് അറിയാമോ? കമന്റ് ചെയ്യാം. 1940 ശേഷം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. യെസ്, ഓക്കെ, 1940 ശേഷം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനമായി കണക്കാക്കപ്പെടുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2024 ജൂലൈ 22-നാണ് എന്ന് വിളിച്ചു കേട്ടോ. 2024 ജൂലൈ 22-നാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 82 എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. 17.16 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ 17
17.16 അതാവാൻ സാധ്യതയുണ്ടോ? 17 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെ അങ്ങനെ വന്നേ? അത് കുറവല്ലേ അല്ലേ? യെസ്, അതൊന്ന് ഞാൻ നോക്കട്ടെ എത്ര ഡിഗ്രിയാന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. എത്ര ഡിഗ്രി ആണെന്നുള്ളത് ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, 17 ആവൂല, 37 എങ്ങാനായിരിക്കും അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ അതങ്ങനെ നോക്കാം നമുക്ക് കേട്ടോ. ആഗോള തലത്തിൽ 1940 ശേഷം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനം എന്തായാലും 17 ഡിഗ്രി ആവൂല. യെസ്, അടുത്തതിലേക്ക് പോകുമ്പോൾ അത് എത്രയാന്നുള്ളത് നമുക്ക് പറയാം, അപ്ഡേറ്റ് ചെയ്യാം. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി ആയതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ്. ആരാ? കെ കൈലാസനാഥ് കേട്ടോ. കൈലാസനാഥ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാസനാഥ് എന്ന് പിടിച്ചു. വടകര വില്യാപ്പള്ളി സ്വദേശിയാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട കൈലാസ്നാഥ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഗുജറാത്ത് കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു. ജപ്പാനിൽ അടുത്തിടെ എവിടെയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? അടുത്ത ചോദ്യമാണ്. ജപ്പാനിൽ എവിടെയാണ് അടുത്തിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്ന് വിഷയിക്കാം. യെസ്, എവിടെയാണ്? ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗോവയിലെ ഫ്രീഡം പ്ലാസയിൽ കേട്ടോ. ഓക്കെ, യെസ്, ഫ്രീഡം പ്ലാസ എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യെസ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ ആണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, എഡോഗോവയിലെ ഫ്രീഡം പ്ലാസയിൽ. യെസ്, അപ്പൊ ജപ്പാനിൽ ഉണ്ട് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ, ജപ്പാനിൽ. അപ്പൊ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കെ കൈലാസ്നാഥ് എന്ന് പഠിച്ചു വെക്കാം. കെ കൈലാസ്നാഥ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ്. സ്പീഡ് ഇത്തിരി കൂട്ടണമല്ലോ. ഇസ്രയേലിന്റെ അധിനിവേശ പ്രദേശമായ ഗോലാൻ കുന്നുകളിൽ ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായി ആരോപിച്ചു. ഏത് നദിക്ക് സമീപത്താണ് ഗോലൻ കുന്നുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർദാൻ നദീ തടത്തിന് മുകളിൽ എന്ന് നോട്ട് ചെയ്തു വെക്കാം. വായിച്ചു പോവാം. 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തിലൂടെ സിറിയയിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചെടുക്കുകയായിരുന്നു. 1981 ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇസ്രയേലിലെ അറബ് ന്യൂനപക്ഷമായ ദുറുസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ഭൂരിഭാഗവും. ഇസ്രയേൽ പൗരത്വമുള്ളവരാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, ജോർദാൻ നദീതടത്തിന് മുകളിലാണ് ഈ പറയുന്ന ഗോലാൻ കുന്നുകൾ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഗൾഫ് സഹകരണ കൗൺസിൽ, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണ്? അതൊക്കെ ചോദിക്കോ? യെസ്, ഹോട്ടസ്റ്റ് ഡേ ഇൻ റെക്കോർഡ് വിത്ത് ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ ആണ് അല്ലെ, റീച്ചിങ് ദ യെസ്. അതുകൊണ്ട് തന്നെ 17.15 തന്നെയാണ് അല്ലെ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ. അതാണോ ഏറ്റവും കൂടുതൽ? ഓക്കെ, ഗ്ലോബൽ നമ്മൾ ഇവിടുത്തെ കൺസെപ്റ്റേ നമുക്ക് അറിയുള്ളൂ അല്ലെ. പല രാജ്യങ്ങളിലും ഭയങ്കര ഭീകര തണുപ്പാണ്. അപ്പോ യെസ്, അന്റാർട്ടിക്കയൊക്കെ എടുക്കുമ്പോ തണുപ്പാണ്, അവിടെ മൈനസ് ആണ് കൂടുതൽ. അപ്പോ ഏറ്റവും കൂടുതൽ ആവറേജ് എടുക്കുമ്പോ 17 എന്നുള്ളത് തന്നെ ആയിരിക്കണം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഗൾഫ് സഹകരണ കൗൺസിൽ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ലക്ഷത്തിന് മുകളിലാണ് കേട്ടോ. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ അറിയിച്ചതാണിത്. UAE-യിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ളത്. 35.5 ലക്ഷം ഇന്ത്യക്കാര്. 35.5 ലക്ഷം ഇന്ത്യക്കാര്. സൗദി അറേബ്യയിൽ 26 ലക്ഷം, കുവൈത്തിൽ 11 ലക്ഷം, ഒമാനിൽ 7.7 ലക്ഷം, ഖത്തറിൽ 7.45 ലക്ഷം, ബഹ്റൈനിൽ 3.23 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് GCC രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ എണ്ണം. ഒരു ഏകദേശം ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ ഏകദേശം നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കാൻ നല്ലതാണ് അല്ലെ. 90 ലക്ഷത്തിന് മുകളിൽ ആളുകള് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതിൽ 35 ലക്ഷം ആളുകൾ UAE-യിലാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കൂടെ കൂട്ടിയിട്ട് ഈ പറയുന്ന ബാക്കി ഏകദേശം 35 അല്ല 45 അല്ല 55 അല്ലെ, 55 ലക്ഷം ആളുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കാൻ നല്ലതാണ്. യെസ്, അതൊന്നും വേണ്ട നമുക്ക്. അതിന്റെ മുമ്പ്
ഏത് ഏഷ്യൻ രാജ്യമാണ് അടുത്തിടെ അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം ഉൾപ്പെടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവോസ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ലാവോസ്. മേൽ സൂചിപ്പിച്ച 6 രാജ്യങ്ങൾ ഉൾപ്പെടെ ഗൾഫ് സഹകരണ കൗൺസിൽ 1981 മെയ് 25-നാണ് നിലവിൽ വന്നത്. ഇപ്പൊ ഈ ഗൾഫ് സഹകരണ കൗൺസിൽ നിലവിൽ വന്നത് എന്നാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പിന്നെ നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്തയായിട്ട് വന്നത് കേട്ടോ. വലിയൊരു വാർത്ത അല്ലെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കൊണ്ട് അതിനൊരു വാർത്താ പ്രാധാന്യം ഉണ്ട് യെസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പൊ റിയാദ് സൗദി അറേബ്യ ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പഠിച്ചു വെക്കാം. ഇതിന്റെ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ആസ്ഥാനം റിയാദ് സൗദി അറേബ്യ ആണ് എന്ന് ഓർത്തു വെക്കാം. 1981 മെയ് 25-നാണ് ഇത് നിലവിൽ വന്നത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏത് ഏഷ്യൻ രാജ്യമാണ് അടുത്തിടെ അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം ഉൾപ്പെടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവോസ് ആണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഇന്ത്യയുടെയും ലാവോസിന്റെയും വിദേശകാര്യമന്ത്രിമാർ ചേർന്നാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് കേട്ടോ, ലാവോസ്. ഓക്കെ, അപ്പൊ ഏത് ഏഷ്യൻ രാജ്യമാണ് അടുത്തിടെ അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം ഉൾപ്പെടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവോസ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ, ലാവോസ്. യെസ്. രാജ്യത്തെ 3ാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഛത്തീസ്ഗഡിൽ ഒരുങ്ങുന്നു. ഗുരു ഘാസിദാസ് തമോർ പിങ്കള എന്നാണ് ടൈഗർ റിസർവിന്റെ പേര് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ 3ാമത്തെ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ 3ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഛത്തീസ്ഗഡിലാണ് ഒരുങ്ങുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡിൽ. ഗുരു ഘാസിദാസ് തമോർ പിങ്കള എന്നുള്ളതാണ് അതിന്റെ ആ ടൈഗർ റിസർവിന്റെ മുഴുവൻ പേര് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കും തമോർ പിങ്കള സാങ്ച്വറിയും ലയിപ്പിച്ചിട്ടാണ് ഈ ടൈഗർ റിസർവ് രൂപീകരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ ജോഗ്രഫിയിലൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. യെസ്. ഇനി 4 ജില്ലയിലായി 2829 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പുതിയ റിസർവ് ഉണ്ടാവുക. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന ശ്രീശൈലം, അസമിലെ മാനസ് റിസർവ് എന്നിവയാണ് യഥാക്രമണം വലുപ്പത്തിൽ രാജ്യത്ത് 1ഉം 2ഉം സ്ഥാനത്തുള്ള ടൈഗർ റിസർവുകൾ. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് കഴിഞ്ഞാല് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലമാണ് 1, അസമിലെ മാനസ് റിസർവ് ആണ് 2, 3ാം സ്ഥാനത്തേക്ക് ഇപ്പൊ ഗുരു ഘാസിദാസ് തമോർ പിങ്കള വരുന്നു എന്ന പോയിന്റ് കൂടി ഓർത്ത് വെക്കാം. വരില്ലേ? യെസ്, വന്നു കേട്ടോ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, ചോദിച്ചേക്കാം. റീസെന്റ് പോയിന്റുകൾ ഇപ്പോ PSC കുറച്ച് അധികം എടുക്കുന്നുണ്ട് അല്ലെ, ശ്രദ്ധിച്ചായിരുന്നു നിങ്ങള്? റീസെന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റീസെന്റ് പോയിന്റുകളാണ് കേട്ടോ. യെസ്. സംസ്ഥാനത്തെ കടുവകളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലാണ് പുതിയ റിസർവ് സ്ഥാപിക്കുന്നത് സർക്കാർ അനുമതി നൽകിയത്. ഒന്നും വേണ്ട. യെസ്, 1, 2, 3 പഠിക്കാം കേട്ടോ. 1, 2, 3 പഠിക്കുക. 2024 ഏഷ്യ കപ്പ് വനിതാ 2020 ജേതാക്കൾ ആരാണ്? 2024 ഏഷ്യ കപ്പ് വനിതാ 2020 ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്ക. 2024 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിനായി കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക, കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാന്റ്സ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളതാണ് കേട്ടോ പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം. പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്രകൃതി സംരക്ഷണ ദിനം എന്നാ? പ്രകൃതി സംരക്ഷണ ദിനം യെസ് എൻവയോൺമെന്റ് കൺസർവേഷൻ ഡേ എന്നാണ്. എൻവയോൺമെന്റ് കൺസർവേഷൻ ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 28 കേട്ടോ. യെസ്, എന്താണ്? ജൂലൈ 28 എവറി ഇയർ പീപ്പിൾ അറൌണ്ട് ഗ്ലോബ് കമ്മ്യൂണിക്കേറ്റ് ടുഗദർ വേൾഡ് ഡേ നേച്ചർ കൺസർവേഷൻ കേട്ടോ. പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 അതിന്റെ പ്രമേയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിനായി കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക കേട്ടോ. ഓക്കെ, യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസിയുടെ കണക്ക് പ്രകാരം 84 വർഷത്തിനിടെ ഭൂമിയിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട ദിനമാണ് ഈ പറയുന്ന ജൂലൈ 28 തന്നെയാണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നത്. ചൂട് അനുഭവപ്പെട്ടത്
ജൂലൈ 22 നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ? ജൂലൈ 22 ചൂട് അനുഭവപ്പെട്ടത്. ഓക്കെ, ഇനി പ്രകൃതി സംരക്ഷണ ദിനം 28 കേട്ടോ, 28. അത് വേറെ തന്നെ പഠിക്കുക. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് എന്നുള്ള ഒരു പോയിന്റ് കൂടി അവിടെ എക്സ്ട്രാ പഠിച്ച് വെക്കാം. ചൂട് അനുഭവപ്പെട്ടതിനെ ഓൾറെഡി നമ്മൾ പഠിച്ചത് അവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തിടെ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാ? INS ബ്രഹ്മപുത്ര കേട്ടോ. അടുത്തിടെ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് INS ബ്രഹ്മപുത്രയാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. അടുത്തിടെ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INS ബ്രഹ്മപുത്ര എന്ന പോയിന്റ് കൂടി ഓർത്ത് വെക്കാം, പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. ഇനി 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം ഏതാണ്? PSC റേഞ്ച് ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? കമന്റ് ചെയ്യപ്പെട്ടത്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്ന് നോട്ട് ചെയ്തു. ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിന്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മിഡ്സെറ്റ്? ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിന്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മിഡ്സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷെയ്ൻ വാട്സൺ കേട്ടോ, ഷെയ്ൻ വാട്സൺ. 2024 മെയിൽ പുറപ്പെടുന്ന ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാരാണ്? ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ബോയിങ് അല്ലെ? സുനിത വില്യംസ് അല്ലെ? സുനിത വില്യംസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ്. ഓക്കെ, ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് ഈ പറയുന്ന സ്റ്റാർലൈൻ ബഹിരാകാശ യാത്രയുടെ അതിന്റെ പേടകത്തിന്റെ പേര് കേട്ടോ. സുനിത വില്യംസ് അതിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോ യുനെസ്കോ തെരഞ്ഞെടുക്കപ്പെട്ട പുസ്തക നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാസ്ബർഗ് കേട്ടോ. ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ട്രാസ്ബർഗ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിന്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മിഡ്സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ൻ വാട്സൺ എന്ന് വിളിച്ചു വെക്കാം. 2024 മെയിൽ പുറപ്പെടുന്ന ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ യാത്ര ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിത വില്യംസ് എന്നും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, 2024 ഏപ്രിലിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? 2024 ഏപ്രിലിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാ? ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് പാലക്കാടാണ് കേട്ടോ. 2004 ഏപ്രിലിൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഉഷ്ണതരംഗവും നമ്മൾ പഠിച്ചതാണ്. ഏതാ? അമേരിക്കയാണ്. 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം റഷ്യ, 4ാം സ്ഥാനം ഇന്ത്യ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് എന്ന് വേണം പഠിക്കാൻ. ഓക്കെ, 50ാമത് G7 ഉച്ചകോടി 2024 വേദി എവിടെയാണ്? 50ാമത് G7 ഉച്ചകോടി 2024 വേദി എവിടെയാണ്? യെസ്, അത് ഇറ്റലിയിലാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇറ്റലിയിലാണ് 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എന്ന് പഠിച്ചു വെക്കാം. 2024 ഏപ്രിൽ നാവികസേന മേധാവിയായി ചുമതലയേറ്റതാരാണ്? നമ്മൾ പഠിച്ചതാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി അല്ലെ? R ഹരികുമാർ വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. നാവികസേന ഉപമേധാവിയായി ചുമതലയേറ്റതാരായിരുന്നു? ഓക്കെ, R ഹരികുമാർ വിരമിച്ചതിനെ തുടർന്ന് നാവികസേന മേധാവിയായി ചുമതലയേറ്റത് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്ന് പഠിച്ചു വെക്കണേ. യെസ്, വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. കൃഷ്ണ സ്വാമിനാഥൻ എന്ന് പഠിച്ചു. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ? യെസ്, 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാൻ. യെസ്, ഇവാൻ അല്ലെ? ഇവാൻ ചേട്ടൻ വുക്കോമാനോവിച്ച് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, ഇവാൻ എന്നാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക അല്ലെ? ഓക്കെ, അപ്പൊ ഏഷ്യ കപ്പ് 2024 നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലുണ്ടല്ലോ. 2024 ഏഷ്യ കപ്പ് നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. രാജ്യത്തെ 3ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് വരുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ഘാസിദാസ് തമോർ പിങ്കള എന്നുള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഏഷ്യൻ രാജ്യമാണ് അടുത്തിടെ അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം ഉൾപ്പെടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രം ഉൾപ്പെടുത്തി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്?
ലാവോസ് ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 അതിന്റെ പ്രമേയവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഓക്കെ അല്ലെ? റിവിഷൻ സെറ്റ് അല്ലേ ഇതുവരെ? ഓക്കെ. ഇന്ത്യയിൽ യൂണിസെഫ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ യൂണിസെഫിന്റെ അംബാസിഡർ ആയിട്ട് നിയമിതനായത് LGSകാര് പേടിക്കണ്ട കേട്ടോ. അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ അടുത്ത 2-3 മാസം ഉണ്ടല്ലോ നമുക്ക്. നവംബറിലല്ലേ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മാസം ഉണ്ട് അല്ലെ? 2 മാസം കറക്റ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ ഏരിയയിലൂടെ കടന്നു പോകട്ടോ. യെസ്. അപ്പൊ ഇന്ത്യയിലെ യൂണിസെഫ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരീന കപൂർ എന്ന് പഠിച്ചു വെക്കാം. 2024 മേൽ കനത്ത മഴ മൂലം നിരവധി മരണവും നാശനഷ്ടവും ഉണ്ടായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ബ്രസീലാണ് കേട്ടോ. നമ്മുടെ നെയ്മറിന്റെ ബ്രസീൽ. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനത്തിന്റെ പേരെന്താണ്? കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനത്തിന്റെ പേരെന്താണ്? യെസ്, മരീച്ച് കേട്ടോ. മാരീച്ച് എന്നുള്ളതാണ്. മാരീച്ച് കേട്ടോ. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീച്ച് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. മാരീച്ച്. ഓക്കെ. ഇനി അടുത്തത് 2023-24 ISL ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ISL ആരാണ് അടിച്ചത്? ആരടിച്ചത്? മുംബൈ FC ആണ് അടിച്ചത് അല്ലേ? ഫൈനലിൽ മോഹൻ ബഗാനെയാണ് കീഴടക്കിയത്. ഫൈനലിൽ മോഹൻ ബഗാനെ കീഴടക്കി മുംബൈ FC ആണ് കിരീടം നേടിയത് എന്ന് പഠിച്ചു. 2 തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? 2 തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? 2 തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുംബൈ FC ആണ് കേട്ടോ. മുംബൈ FC ആണ് എന്ന് പിടിച്ചു വെക്കാം. 2023-24 ISL ഗോൾഡൻ ബൂട്ട് ജേതാവാണ് ഡിമിട്രിയോസ് ഡയമൻകോസ് കേട്ടോ. ഗോൾഡൻ ബൂട്ട്. ഓക്കെ. 2023-24 ISL ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോളിക്കുള്ള പുരസ്കാരം നേടിയത് ഫുർബ ലജൻപ. എമർജിംഗ് പ്ലെയർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം പ്രതാപ് സിംഗ് എന്നും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ISLുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം PSC ചോദിച്ചാൽ. ഇനി മറ്റേ ഇത് വരുന്നുണ്ട് അല്ലെ? ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് KCL വരുന്നുണ്ട്. അടുത്ത മാസം 2-ാം തീയതിയോ 3-ാം തീയതി മുതൽ നടക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അല്ലെ? യെസ്. അപ്പൊ ആദ്യത്തെ ആയതുകൊണ്ട് അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് LGSന് പ്രതീക്ഷിക്കാം. യെസ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് കേട്ടോ. അതിന്റെ ഐക്കൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ്. ഓക്കെ. യെസ്. ഇത് ISL ആണ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ്. ഓക്കെ. യെസ്. വിജയിച്ചത് മുംബൈ FC. ഫൈനലിൽ മോഹൻ ബഗാനെ കീഴടക്കി. 2 തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ FC ആണ്. 2023-24 ISL ഗോൾഡൻ ബൂട്ട് ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമിട്രിയോസ് ഡയമൻകോസ് എന്നും നോട്ട് ചെയ്ത് വെക്കാം. ഗോൾഡൻ ഗ്ലൗവും എമർജിംഗ് പ്ലെയർ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഗോൾഡൻ ബോൾ ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡിമിട്രിയോസ് പെട്രാറ്റോസ് എന്നും പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ അതങ്ങനെ. ഇനി ദക്ഷിണേന്ത്യയിലെ ടെർമിനലുകളെ പിന്നിലാക്കി മാർച്ചിലെ ചരക്ക് നീക്കത്തിൽ ഒന്നാമതെത്തിയ ടെർമിനൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ദക്ഷിണേന്ത്യയിലെ ടെർമിനലുകളെ പിന്നിലാക്കി മാർച്ചിലെ ചരക്ക് നീക്കത്തിൽ ഒന്നാമതെത്തിയ ടെർമിനൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വല്ലാർപാടം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. വല്ലാർപാടം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ എന്ന് പഠിച്ചു വെക്കാം. ഏറ്റവും കൂടുതൽ കപ്പലുകൾ എത്തിയതും വല്ലാർപാടത്താണ് എന്ന പോയിന്റ് എടുത്തു വെക്കാം. ഓക്കെ. പക്ഷിപ്പനിയുടെ പുതിയ വകഭേദം ഏതാണ് കണ്ടെത്തിയിട്ടുള്ളത്? H1N1 അല്ലെ? പലയിടത്തും ഉണ്ട്. ഇപ്പോ കോവിഡിനേക്കാൾ 100 മടങ്ങ് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവും. അണ്ടർ-17 വിഭാഗത്തിൽ 22 വർഷം മുമ്പ് ബോൾട്ട് സ്ഥാപിച്ച റെക്കോർഡ് മറികടന്ന ജമൈക്കക്കാരൻ ആരാണ്? ഓട്ടക്കാരൻ. പക്ഷിപ്പനിയുടെ പുതിയ വകഭേദമാണ് H1N1. കോവിഡിനേക്കാൾ 100 മടങ്ങ് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഓൾറെഡി വാക്സിനുകളും മരുന്നുകളൊക്കെ ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് തൃശ്ശൂരൊക്കെ കൂടുതലായിട്ട് H1N1 ഉണ്ട്. സോറി, അത് H1N1 ആണ് അല്ലെ? ഓക്കെ. H5N1 ആണ് പുതിയ വകഭേദം. ഓക്കെ. അപ്പൊ അണ്ടർ-17 വിഭാഗത്തിൽ 22 വർഷം മുമ്പ് ബോൾട്ട് സ്ഥാപിച്ച റെക്കോർഡ് മറികടന്ന ജമൈക്കക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കോയ് ബ്രാംബെൽ കേട്ടോ. നിക്കോയ് ബ്രാംബെൽ എന്ന് പഠിച്ചു വെക്കാം. നിക്കോയ് ബ്രാംബെൽ.
അപ്പൊ അതും ഓർത്തു വെക്കാം. 400 മീറ്റർ 47.26 സെക്കൻഡിൽ ഓടിയെത്തി ബോൾട്ട് 47.33 സെക്കൻഡിലായിരുന്നു ആ റെക്കോർഡ് മറികടന്നു കേട്ടോ. ബോൾട്ടിന്റെ റെക്കോർഡ് മറികടന്നു എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, യെസ്. ഇനി പുലികളെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുലികളെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച പദ്ധതി ഏതാണ്? LDC ഓരോ ഫേസിൽ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ഫുള്ളായിട്ട് പഠനത്തിൽ നിന്ന് മാറ്റി വെക്കരുത് കേട്ടോ. ഓക്കെ, അയ്യോ യെസ്. അതായത് LDC പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സും മറ്റു സബ്ജക്റ്റുകളെല്ലാം പൂർണ്ണമായിട്ട് എടുത്തു വെക്കരുതേ. നിങ്ങളെ അത്രത്തോളം കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം എടുത്തു വെക്കുക, ഇല്ലെങ്കിൽ പഠനം തുടരുക കേട്ടോ. പഠനം തുടരുക. LDC നിങ്ങൾക്ക് കിട്ടും കേട്ടോ. LDC നിങ്ങൾക്ക് കിട്ടും. LDC കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അഡ്വൈസ് കിട്ടട്ടെ. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നത്ര ആളുകൾ പഠനം തുടരുക, എടുത്തു വെക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. പുലികളെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. പ്രൊജക്ട് ടൈഗർ. പ്രൊജക്ട് ടൈഗർ തുടങ്ങിയ വർഷം ഏതാണ്? പ്രൊജക്ട് ടൈഗർ തുടങ്ങിയ വർഷം 1973 ഏപ്രിലാണ് പ്രൊജക്ട് ടൈഗർ തുടങ്ങിയെന്ന് പഠിച്ചു വെക്കാം. 15ാം ധനകാര്യ കമ്മീഷൻ അംഗമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ഗ്രോത്ത് മുൻ ഡയറക്ടർ ആരാണ്? 15ാം ധനകാര്യ കമ്മീഷൻ അംഗമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തിന്റെ മുൻ ഡയറക്ടർ മനോജ് പാണ്ഡെ കേട്ടോ. അംഗമാണ് ആയത് കേട്ടോ. ഇന്ത്യയിൽ ന്യൂസ് റൂം അവസാനിപ്പിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ന്യൂസ് റൂം അവസാനിപ്പിച്ചു. ഏത് വാർത്താ സ്ഥാപനം? ഇന്ത്യയിലെ ന്യൂസ് റൂം അവസാനിപ്പിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമാണ് BBC കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ന്യൂസ് റൂം അവസാനിപ്പിച്ചു BBC. BBC പ്രസിദ്ധീകരിച്ച ലൈസൻസ് കൈമാറിയ BBCയിലെ മുൻ ജീവനക്കാർ സ്ഥാപിച്ച സ്വകാര്യ സ്ഥാപനം. BBC പ്രസിദ്ധീകരണ ലൈസൻസ് ആർക്കാ കൈമാറിയത്? കളക്റ്റീവ് ന്യൂസ് റൂം എന്നോട് ചെയ്തു വെക്കാം. ഓക്കെ, BBC പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയ BBCയിലെ മുൻ ജീവനക്കാർ സ്ഥാപിച്ച സ്വകാര്യ സ്ഥാപനം കളക്റ്റീവ് ന്യൂസ് റൂമിന് കൊടുത്തു കേട്ടോ. അപ്പൊ BBC അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. യുവരാജിനും കീറോൺ പൊള്ളാഡിനും ശേഷം അന്താരാഷ്ട്ര 2020 6 സിക്സർ അടിക്കുന്ന വ്യക്തി ആരാണ്? ഒരു ഓവറിൽ 6 ബോളിൽ 6 സിക്സും യുവരാജാണ് ആദ്യം അടിച്ചത്, പിന്നീട് പൊള്ളാഡ് അടിച്ചിരുന്നു അല്ലെ. ഒരു ഓവറിൽ 6 സിക്സർ അടിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപേന്ദ്ര സിംഗ് എയ്രി നേപ്പാളിന്റെ കളിക്കാരനാണ്. ദീപേന്ദ്ര സിംഗ് എയ്രി എന്ന് പഠിച്ചു വെക്കാം. രാം ചരണിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചെന്നൈയിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? രാം ചരണിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചെന്നൈയിലെ യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് വെൽസ് യൂണിവേഴ്സിറ്റി, വെൽസ് സർവകലാശാല എന്ന് പഠിച്ചു വെക്കാം. ഈയിടെ അന്തരിച്ച ലോക പ്രശസ്തനായ ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആരാണ്? അറിയാമോ? യെസ്, റോബർട്ടോ കാവല്ലി കേട്ടോ. റോബർട്ടോ കാവല്ലി എന്നോട് ചെയ്ത് വെക്കാം. ഓക്കെ, റോബർട്ടോ കാവല്ലി എന്ന് പഠിച്ചു. ദീപേന്ദ്ര സിംഗ് എയ്രി കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അനിമൽ പ്രിന്റഡ് ഡിസൈനിൽ പ്രശസ്തനായിരുന്നു റോബർട്ടോ കാവല്ലി. വായിച്ചു പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയുമായ അംബേദ്കറിന്റെ 134ാം ജന്മദിനം എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ ജയന്തി അല്ലെ, നമുക്കറിയാം. ദേശീയ ജലദിനം യെസ് 14 ഏപ്രിൽ 14 2024 ഏപ്രിൽ 14 എന്ന് പഠിച്ചു വെക്കാം. 1995 ആരുടെ ക്യാപ്റ്റൻസി കീഴിലാണ് ഇന്ത്യ ഏഷ്യ കപ്പ് നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ ചോദിക്കാൻ കാരണം? യെസ്, മുഹമ്മദ് അസറുദ്ദീൻ. വന്യജീവി ആക്രമണത്തിൽ തടയാൻ കരാറിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വന്യജീവി ആക്രമണത്തെ തടയാൻ വേണ്ടിയിട്ട് 2 സംസ്ഥാനങ്ങൾ കരാറിൽ ഒപ്പുവെച്ചു. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ കേരളവും കർണാടകയാണ്. തമിഴ്നാട് അതിന്റെ ഭാഗമായേക്കും. ഇപ്പോൾ കേരളവും കർണാടകയും മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? യെസ്, കേരളമാണ് എന്ന് പഠിച്ചു വെക്കാം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISR നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്താണ്?
സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISR നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്താണ്? യെസ്, വെരി ഗുഡ്. യുവിക എന്ന് പഠിച്ചു വെക്കാം. കേരളത്തിലെ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയനം ജലജീവി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബ്രിസ്താവോ ഇസ്രോ നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്. ഇതേ റിവിഷൻ ആണ്. ആലുവ ജില്ലാ ആശുപത്രിയിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. വേൾഡ് ബ്ലഡ് ഡിസോർഡർ രജിസ്ട്രിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള വിവരശേഖരണത്തിനും ഏകോപനത്തിനുമാണ് ഈ അവാർഡ് ലഭിച്ചത് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. രക്തജന്യ രോഗങ്ങളായ ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഇവിടെ ഉറപ്പാക്കുന്നു എന്ന പോയിന്റും ഓർത്തു വെക്കാം. സോറി, അത് അടുത്ത പോയിന്റ് ആണ്. രക്തജന്യ രോഗങ്ങളായ ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏത്? അത് ആശാധാര കേട്ടോ. അടുത്ത പോയിന്റ് ആണ് ആശാധാര. നമ്മുടെ ആലുവ ജില്ലാ ആശുപത്രിക്ക് ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ചു എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ അതങ്ങനെ. ChatGPTയുടെ ബദലായി എലൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ChatGPTക്ക് ബദലായിട്ട് എലൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഗ്രോക്ക് കേട്ടോ, ഗ്രോക്ക്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നതിന് എലൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ഷിപ്പിന്റെ പദ്ധതി പേരാണ്. നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ CA എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് എന്നെക്കാളും നിങ്ങൾക്കായിരിക്കും അറിയുന്നുണ്ടാവും അല്ലെ? നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, യെസ്, പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. യെസ്, ChatGPTക്ക് ബദലായിട്ട് എലൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, 4ാമത്തെ ബാച്ചിലും 3ാമത്തെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ ചിലപ്പോൾ ആദ്യത്തെ പോയിന്റുകളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ലൈവിൽ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഫോൾഡറിൽ റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും അതിന്റെ പിന്നിലുള്ളതെല്ലാം നമ്മൾ റെക്കോർഡഡ് ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൂടെ ഒക്കെ ഗോ ത്രൂ ചെയ്യണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ വെബ്സൈറ്റും കേട്ടോ. അപ്പൊ കാഴ്ചയില്ലാത്തവർക്ക് നൽകുന്ന എലൺ മസ്ക് വികസിപ്പിച്ച വിഷൻ ചിപ്പിന്റെ പേര് ബ്ലൈൻഡ് സൈറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുക ടെലിപ്പതി ചിപ്പിന് പിന്നാലെയാണ് ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള പ്രഖ്യാപനം. ബ്ലൈൻഡ് സൈറ്റ് കേട്ടോ, ബ്ലൈൻഡ് സൈറ്റ്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനം എല്ലാവർക്കും അറിയാം, മെയ് 31 അല്ലെ? 2024 പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ്. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? നിങ്ങൾ എന്തായാലും പറയണം. കഴിഞ്ഞ ദിവസം എടുത്താണ് അല്ലെ? LGS എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? യെസ്, ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമാൽ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. റിമാൽ എന്ന് പഠിച്ചു വെക്കാം. പേര് നൽകിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമാൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്, അർത്ഥം മണൽ എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയ ചോദ്യമാണ്. 2024 മെയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി അറിയാമോ? റിച്ചാർഡ് ഷെർമൻ. 2024 മെയിൽ മണ്ണിടിച്ചിൽ ദുരിതമുണ്ടായ എർഗ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? പാപ്പുവ ന്യൂഗിനിയ എന്ന് പഠിച്ചു വെക്കാം. തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനും റെയിൽവേയുടെ പദ്ധതി ഏതാണ്? തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുള്ള റെയിൽവേയുടെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മേരി സഹേലി, എന്റെ കൂട്ടുകാരി മേരി സഹേലി എന്നോട് ചെയ്തു വെക്കാം. മേരി സഹേലി എന്നോട് ചെയ്തു വെക്കാം കേട്ടോ. ഇന്ത്യയിൽ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശന്റെ കിസാൻ അവതരിപ്പിക്കുന്ന AI അവതാരകന്റെ പേരെന്താണ്? കർഷകർക്കായിട്ട് വാർത്തകളും വിവരങ്ങളൊക്കെ, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകളും പിന്നെ വിവരങ്ങളൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ടുള്ള AI അവതാരകന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് AI കൃഷ്, AI ഭൂമി. രണ്ടെണ്ണമുണ്ട്, AI കൃഷ് ആൻഡ് AI ഭൂമി. വിഷാദ രോഗത്തെ ചികിത്സിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്കാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്കാട്രിസ്റ്റിന്റെ പേരെന്താണ്? വിഷാദ രോഗത്തെ ചികിത്സിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്കാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്കാട്രിസ്റ്റിന്റെ പേരെന്താണ്? AI സൈക്കാട്രിസ്റ്റിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI സൈക്കാട്രിസ്റ്റിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? യെസ്, ഏതാ AI സൈക്കാട്രിസ്റ്റിന്റെ പേര്?
പെട്രുഷ്ക കേട്ടോ, പെട്രുഷ്ക. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർവഴി എന്ന് പഠിച്ചു കേട്ടോ. നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് നേർവഴി എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, യെസ്. അടുത്തത്, 2 ആഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി. രണ്ടാഴ്ചക്കിടെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണിമ ശ്രേഷ്ഠ കേട്ടോ. പൂർണിമ ശ്രേഷ്ഠ എന്ന് പഠിച്ചു പോകാം. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി. യെസ്, കാമി റിത ഷെർപ്പ 30 തവണ കേട്ടോ. 2004 മെയ് ഡൽഹിയിൽ രാജ്യത്തെ റെക്കോർഡ് താപനില രേഖപ്പെടുത്തി. യെസ്, എത്ര? അയ്യോ, രാജ്യത്തെ ഏറ്റവും റെക്കോർഡ് താപനില 52.3 കേട്ടോ. 52.3 ഡിഗ്രി എന്ന് നോട്ട് ചെയ്തു വെക്കാം. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി എവിടെയാണ്? 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി. യെസ്, ഇത് ബാലി ഇന്തോനേഷ്യ കേട്ടോ. ബാലി ഇന്തോനേഷ്യ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഫലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവലിന്റെ പേരെന്താണ്? എന്താണ്? ആ നദിയോട് പേര് ചോദിക്കരുത്. ആ നദിയോട് പേര് ചോദിക്കരുത് കേട്ടോ. ഫലസ്തീൻ പ്രശ്നത്തെ പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പഠിച്ചു വെക്കാം. ഈയിടെ വെടിവെപ്പിൽ പരിക്ക് പറ്റിയ സ്ലോവാക്യൻ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഫിക്കോ. സമയം കളയണ്ട. ഗ്ലോയോബ്ലാസ്റ്റോമ തെറാപ്പിയിലൂടെ ക്യാൻസർ വിമുക്തനായ ഓസ്ട്രേലിയൻ ഡോക്ടറുടെ പേരെന്താണ്? റയർ ആണ്. യെസ്, പ്രൊഫസർ റിച്ചാർഡ് സ്കോളിയേഴ്സ് കേട്ടോ. റിച്ചാർഡ് സ്കോളിയേഴ്സ്. ആ നദിയോട് പേര് ചോദിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച 3ാമത്തെ താരം ആരാണ്? 3ാമത്തെ താരം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. 3ാമത്തേതാണ് സുനിൽ ഛേത്രി അല്ലേ? യെസ്. കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കുടുംബശ്രീ ദിനമായി ആചരിക്കുന്ന മെയ് 17-നാണ്. ഓക്കെ, ഗുണ്ടകളെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടിയിട്ട് സംസ്ഥാന പോലീസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ആക്സിലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗൂൺ അല്ലെ, ഓപ്പറേഷൻ ആകെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതല്ലേ കുറച്ചും കൂടി, ഈ റിവിഷൻ അല്ലേ കുറച്ചും കൂടി നല്ലത് MCQ-നേക്കാളും? ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതാകുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. MCQ-നേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? യെസ്, ഇതാ നമുക്ക് അറിയുന്നത് കമന്റ് ചെയ്യാനും പറ്റും. യെസ്, അവസാന റൗണ്ട് റിവിഷനൊക്കെ ഇതാ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. അടുത്തത്, ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായിട്ട് പോലീസിന്റെ പരിശോധന ഏതാണ്? ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായിട്ട് പോലീസിന്റെ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെ? ഓപ്പറേഷൻ ഡി ഹണ്ട്. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? അറിയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണേ, പെട്ടെന്ന് കമന്റ് ചെയ്യണേ. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? കപിൽ സിബൽ ആണ് കേട്ടോ. കപിൽ സിബൽ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എന്നായിരുന്നു? ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18-നാണ്. ഓപ്പറേഷൻ ബുദ്ധ ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ പേര് അല്ലെ? യെസ്, അത് ഈ മെയ് 18 ഇവിടെ കറണ്ട് അഫയേഴ്സിൽ എടുക്കാൻ കാരണം ഈ മെയ് 18-ന് അതിന്റെ എത്രാമത്തെ വാർഷികമായി എന്നുള്ള രൂപത്തിൽ അല്ലെ? 84, 94, 2004. യെസ്, 50 വർഷം എന്നുള്ള രൂപത്തിൽ അങ്ങനെ വന്നായിരിക്കും കേട്ടോ. ഓപ്പറേഷൻ ബുദ്ധ ചിരിക്കുന്നു. ഓക്കെ, യെസ്. ലോക ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദ ദിനം എന്നാണ്? ഹൈപ്പർ ടെൻഷൻ രക്താതിമർദ്ദ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ദിനം. എല്ലായിടത്തും ഭയങ്കര മഴയാണോ? ഭയങ്കര ഇരുട്ട് കുത്തി വരുന്നുണ്ടല്ലോ. അടുത്ത ഒരു ഭീകര മഴ സീസൺ വരികയാണോ?
ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്നാണ്. മെയ് 17 പഠിച്ചു വെക്കാം. 2024 പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക. കേട്ടോ, നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ ജീവിക്കുക. ഓക്കെ. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ എന്ന് പഠിച്ചു കേട്ടോ. ബ്രസീൽ എന്ന് പഠിച്ചു വെക്കാം. 2024 ജൂൺ 2 വാരം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2024 ജൂൺ 2 വാരം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം. യെസ്, അത് കേരളമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഇനി അടുത്തിടെ പ്രൈനോലിറസ് ബംഗാളിനൻസിസ് എന്ന പുള്ളിപ്പുലി ഇനത്തിൽപ്പെട്ട ജീവികളെ കണ്ടെത്തിയത് ഏത് ടൈഗർ റിസർവിൽ വെച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ടൈഗർ റിസർവിലാണ്? പെഞ്ച് ടൈഗർ റിസർവിലാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. യെസ്, ഡെസ്ലൈഡ് ഇന്ത്യന്റെ ഗ്ലോബൽ ഡിസ്പേഴ്സ് 2024 ലിസ്റ്റിലിടുന്നതിടെ ഇന്ത്യൻ ചലച്ചിത്ര നടി ഏതാണ്? ഗ്ലോബൽ പുരസ്കാരങ്ങൾ സിനിമാ മേഖലയിലും ഏത് പുരസ്കാര മേഖലയിലും ഗ്ലോബൽ പുരസ്കാരങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. യെസ്, ദീപിക പദുക്കോണിനാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതാണ്? ഓക്കെ. അപ്പൊ അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ലേ ലൗട്ടോക് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. എവിടെയാണ്? ഇന്തോനേഷ്യ എന്ന് പഠിച്ചു വെക്കാം. 2024 പുരുഷ 2020 ലോകകപ്പിൽ അയർലൻഡ് സ്കോട്ട്ലൻഡ് ടീമുകളുടെ സ്പോൺസറായ ഇന്ത്യൻ ബ്രാൻഡ് ഏതാണ്? അയർലൻഡ് സ്കോട്ട്ലൻഡ് ടീമുകളുടെ സ്പോൺസറായ ഇന്ത്യൻ ബ്രാൻഡ് ഏതാണ്? ഏതാണ്? യെസ്, നമ്മുടെ നന്ദിനി എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡാണ് അയർലൻഡ് സ്കോട്ട്ലൻഡ് ടീമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് കൊടുത്തത് കേട്ടോ. ഓക്കെ. യെസ്, 2023-24 സീസണിൽ കോപ്പ ഇറ്റാലിയ കിരീടം നേടിയതാരാണ്? കോപ്പ ഇറ്റാലിയ കിരീടം നേടിയതാരാണ്? 23-24 സീസണിൽ കോപ്പ ഇറ്റാലിയ കിരീടം നേടിയതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? ജുവന്റസ് കേട്ടോ. ജുവന്റസ് ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. മുന്നത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമില്ലേ, ജുവന്റസ് ആണ് കിരീടം നേടിയത് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ. നെക്സ്റ്റ്, 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് എന്നാണ്? 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് എന്നാണ്? യെസ്, 2024 ഏപ്രിൽ 8 പഠിച്ചു വെക്കാം. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 എന്നും നമുക്കറിയാം. ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആരോഗ്യം എന്റെ അവകാശമാണെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2023 കഴിഞ്ഞ വർഷത്തെ പ്രമേയം എന്തായിരുന്നു? എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതായിരുന്നു. ലോക ആരോഗ്യ സംഘടന സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7 എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏപ്രിൽ 7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലല്ലോ. എന്റെ എല്ലാവർക്കും ആരോഗ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 23 പ്രമേയമാണ് ചോദിച്ചിട്ടുള്ളത്. 24 ചോദിച്ചതായിട്ട് ഓർമ്മയിലില്ല. ഓക്കെ, ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8 എന്ന പോയിന്റും പഠിച്ചു വെക്കാം. അതിന്റെ ആസ്ഥാനം ജനീവയാണ് എന്ന പോയിന്റും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, നിർത്താല്ലേ അപ്പൊ. യെസ്, ആരാണ് അതിന്റെ പിന്നെ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ? ടെഡ്രോസ് അദോനം ഗബ്രിയേനസ്, എത്യോപ്യക്കാരനാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി വൺ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കിയത് എവിടെയാണ്? കേരളത്തിലാണ് കേട്ടോ. ഹെൽത്ത് കാർഡുകളൊക്കെ വരുന്നില്ലേ? രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിലാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. യെസ്, സെപ്പൊറേഷ്യ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ് എന്ന പോയിന്റും കൂട്ടിച്ചേർക്കുക കേട്ടോ. സെപ്പൊറേഷ്യ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈനിലാണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. ഓക്കെ. യെസ്, ഇനി ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂല്യമേറിയ കറൻസി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈത്ത് ദിനാറാണ്. 2ാം സ്ഥാനത്ത് ബഹ്റൈൻ ദിനാറും 3ാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനുള്ള വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്ത് എന്നുകൂടി പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഏതാണ്? പൊതുജനങ്ങൾക്ക് പരാതി ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനുള്ള കേരള സംസ്ഥാന IT മിഷന്റെ
പരിപാടിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംവിധാനത്തിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? യെസ്, DC കണക്ട് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. DC കണക്ട്. ഓക്കെ, അപ്പോ LDC തൃശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതാൻ നാളെ പോകുന്ന ആളുകളെ, നമ്മൾ ഇനി എടുക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടോ? PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഇന്ത്യയിലാദ്യം, കേരളത്തിലാദ്യം അവാർഡുകൾ, അതുപോലെ തന്നെ സ്പോർട്സ്, നിയമനങ്ങൾ, ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഏതേത് മേഖലകൾ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഈ പറയുന്ന ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത് പച്ചവെള്ളത്തില്. അതിനുശേഷം ഇത്രത്തോളം ക്ലാസ്സുകളിൽ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് എടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ നന്നായിട്ട് ആലോചിച്ച് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. നാളെ ക്ലാസ് എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല, വെപ്രാളായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് തീരൂല. ഇതിപ്പോ നാളെ എടുത്തു കഴിഞ്ഞാൽ, നാളെ ഉച്ചക്ക് എടുത്തു കഴിഞ്ഞാൽ, മറ്റന്നാൾ എടുത്തു, ഇത് ഇങ്ങനെ എത്ര പഠിച്ചാലും തീരാത്തൊരു ടോപ്പിക് ആണല്ലോ. അപ്പൊ ഇനി നാളെ നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷയുടെ അന്നേ CA ക്ലാസ് വെക്കാത്തത്. അപ്പൊ നിങ്ങൾ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഓർത്ത് നന്നായിട്ട് പഠിച്ച് സെറ്റ് ചെയ്ത് പോവാം കേട്ടോ. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നാളെ പരീക്ഷ ചെയ്യുന്ന എല്ലാ ചങ്കുകൾക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. അത്രേ ഉള്ളൂ. അപ്പൊ ബൈ. പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ. നമ്മൾ അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബർ ഒരു 5-ാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസം നമ്മുടെ ക്ലാസ് ചിലപ്പോ ഒന്ന് സമയം മാറാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ചിലപ്പോ 7:30 എന്നുള്ളത് 7 മണിയാവും. ഓക്കെ, അതല്ലെങ്കിൽ വൈകിട്ട് 7:30-യോ 8 മണിയോ ആവും കേട്ടോ. ഓക്കെ, ചെറിയ രീതിയിൽ ആ സമയത്ത് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ഒരു ആ സമയത്ത് ഒരു പേഴ്സണൽ തിരക്ക്, ഈ ഒരു സമയത്ത് സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയമല്ലേ, ആ സമയത്ത് ചെറിയൊരു തിരക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ 7 മണി, 6:45, 7 മണി എന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകിട്ടത്തേക്കോ മാറും കേട്ടോ. അത് സമയം മാറ്റം എങ്ങനെയാന്നുള്ളത് പറയാം. കുറച്ച് ദിവസത്തേക്ക്, ഒരാഴ്ച കേട്ടോ. പിന്നെ വെക്കേഷൻ ആവില്ല, അപ്പൊ പിന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ആ ദിവസങ്ങളിലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോ യെസ്, അതേതാന്നുള്ളത് ഞാനൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് പറയാം. ഇനി അതിൽ നമുക്കൊരു ചർച്ചയില്ല കേട്ടോ. യെസ്, ഓക്കെ. അത് പിന്നെ അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ 7 മണി വെച്ച് കഴിഞ്ഞാൽ 6:45 പറ്റുമോ, 6:45 വെച്ച് കഴിഞ്ഞാൽ 7:10 പറ്റുമോ എന്നുള്ള ഇതുണ്ടാവും. അത് ഞാൻ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നാളെ പരീക്ഷ ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക, ഉഷാറാവട്ടെ കേട്ടോ. യെസ്, അപ്പൊ സീ യു, ബൈ.